അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു. നിലവിൽ പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്, അങ്ങനെ ഓരോ ക്ലാസ്സിലും ഏതൊക്കെ വിഷയങ്ങൾ എത്ര പാഠങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വരുത്താം. അപ്പോൾ നമ്മൾ ആദ്യം 5ാം ക്ലാസ്സിൻ്റെ വിഷയങ്ങളൊന്ന് നോക്കാം. 5ൽ ഖുർആൻ, ഹിഫ്ള്, അത് ഓരോ മദ്രസയിലും എടുത്ത ഭാഗങ്ങൾ എത്രയാണോ അത്ര പഠിച്ചാൽ മതി. അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, എന്നാൽ പോലും പിന്നെ നമുക്ക് മുഹറം വരെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടാവുക. മുഹറത്തിന് ശേഷം അടുത്ത ഘട്ടത്തിലാണ് പഠിക്കേണ്ടത്. അപ്പം പിന്നെ ഏകദേശം എല്ലാ വിഷയത്തിലും ഇപ്പോൾ ഫിഖിലാണെങ്കിൽ 10 പാഠമുണ്ടാവും. ബാക്കി അക്കീദയിൽ 4 പാഠമാണ്, അഖ്ലാഖിൽ 4 പാഠമാണ്, തജ്വീദിൽ 6 പാഠമാണ്, താരീഖിൽ 4 പാഠം, അതുപോലെ ലിസാനുൽ ഖുർആനിലും 4 പാഠം. അപ്പം ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവുക ഫിഖിലും അതേപോലെ തജ്വീദിലും ആയിരിക്കും. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ 4 പാഠം ഉണ്ടാവും. അതേപോലെ ഹിഫ്ളിൽ സൂറത്തുൽ യാസീനാണ്. സൂറത്തുൽ യാസീൻ 33 ആയത്ത് ഉണ്ടാവും പഠിക്കാൻ. അപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പഠനങ്ങൾ പ്രത്യേകിച്ച് കൂടുതലുള്ള വിഷയങ്ങൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. അതേപോലെ ഇനി 6ാം ക്ലാസ്സിൻ്റെത് നോക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും വിഷയങ്ങൾ കുറയും എന്നുള്ള ഒരു മെച്ചമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആനുണ്ട്, ഹിഫ്ളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഓരോ മദ്രസയിലും ഉസ്താദുമാർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. എന്തായാലും ഉസ്താദുമാർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. എന്തായാലും സൂറത്തുൽ മുൽക്ക് തബാറക്കയിലെ പിന്നെ 21ാമത്തെ ആയത്ത് വരെയാണ് ഉണ്ടാവുക. 21ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 പേജിൻ്റെ അടുത്തുണ്ട്. 1.5 പേജ് കഴിയും, 2 പേജോട് അടുത്തുള്ള ഇതുണ്ടാവും. പിന്നെ പാഠഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫിഖിലാണ്. ഫിഖിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും ഫിഖിലാണ്. 7 പാഠങ്ങളുള്ളത്. ദുറൂസിൽ 4 പാഠങ്ങളാണ്, ലിസാനിലും 4 പാഠമാണ്, താരീഖിൽ കുറച്ചും കൂടെ കുറവാണ്, 6 പാഠങ്ങളുള്ളത്. അപ്പം ഓരോ വിഷയത്തിലും 4 പാഠവും അതിൽ കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫിഖിലും അതേപോലെ താരീഖിലുമാണ്. ഓക്കെ, അപ്പോൾ ഇനി 7ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് 7ാം ക്ലാസ്സുകാരതാണ് നമ്മൾ നോക്കുന്നത്. ഖുർആനും ഹിഫ്ളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉസ്താദുമാരോട് ചോദിക്കാം. ബാക്കിയുള്ള വിഷയത്തിൽ മുഹറം വരെയുള്ള പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് താരീഖിലാണ്. 9 പാഠമുണ്ട്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് താരീഖിലാണ്, 9 പാഠമുണ്ട്. പിന്നെ ലിസാനിൽ 5 പാഠമാണ്, ദുറൂസിൽ 4 പാഠമേ ഉള്ളൂ, ഫിഖിൽ 6 പാഠമുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഞാനൊന്നും കൂടെ പറയാണ്, താരീഖിലാണ്. അത് കഴിഞ്ഞാൽ ഫിഖിലാണ്. ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ക്രമേണ കുറവാണ്. മറ്റു ക്ലാസ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിഷയം പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സുകാർക്കാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് കാത്തിരിക്കുക, ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക. ഓക്കെ, ഇനി 8ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ്സിൽ ഖുർആൻ, ഹിഫ്ള് നമ്മുടെ സിലബസ് പ്രകാരം ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഹിഫ്ള് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് സിലബസ് പിന്നെ തബാറക്ക, യാസീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഖിൽ നിങ്ങൾക്ക് 5 പാഠമേ പഠിക്കാനുള്ളൂ 8ാം ക്ലാസ്സിനെ സംബന്ധിച്ച്. പിന്നെ അറബി, മലയാളം വിഷയത്തിൽ നിന്ന് നിങ്ങൾ അറബിയിലേക്ക് മാറുകയാണ്. ചോദ്യോത്തരങ്ങൾ മുഴുവൻ അറബിയിലായിരിക്കും. നിങ്ങൾ എഴുതേണ്ടതും അറബിയിലാണ്. അറബി അറിയാത്തവർക്ക് അറബി മലയാളം